നമസ്കാരം. ആക്സിസ് ഓഫ് ഈവിൾ, അതായത് തിന്മയുടെ അച്ചുതണ്ട് എന്ന് ചരിത്രപരമായി അമേരിക്ക വിശേഷിപ്പിച്ചിരുന്ന 3 രാജ്യങ്ങളുണ്ട്. സിറിയ, കൊറിയ, അതായത് വടക്കൻ കൊറിയ, ഇറാൻ. ഈ 3 രാജ്യങ്ങളും എന്ത് ചെയ്താലും അമേരിക്കയ്ക്ക് വഴങ്ങുന്ന രാജ്യങ്ങളല്ല. സിറിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സിറിയ അമേരിക്കയുടെ ഒത്താശയോടുകൂടി ടർക്കിഷ് പ്രസിഡന്റ് എർദോഗാന്റെ ഒരു അനുഗ്രഹാശിസുകളോടെ ഇസ്രയേലിന്റെ ഒരു 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 വളരെ വിദഗ്ധമായ നീക്കത്തിലൂടെ എർദോഗാനെ താഴെയിട്ട് പുതിയൊരു ഭരണകൂടം അധികാരത്തിലെത്തി. ഇനി സിറിയയ്ക്ക് എന്ത് സംഭവിക്കും എന്നറിയില്ല. അമേരിക്കയ്ക്ക് ഹിതകരമായ രീതിയിലൊരു ഭരണമാറ്റമാണ് നടന്നതെന്ന് തോന്നാമെങ്കിലും ആത്യന്തികമായി അത് തീവ്രവാദത്തിന്റെ ഒരു കളിത്തൊട്ടിലായി വീണ്ടും ഇറാഖിന് നേരത്തെ സംഭവിച്ചതുപോലെ ISIS ഇറാഖിലും സിറിയയിലും ഒക്കെ വന്നതുപോലെ വീണ്ടും അത് സംഭവിക്കുമോ അറിയില്ല. ഇനി ബാക്കി 2 രാജ്യങ്ങൾ, കൊറിയയെക്കുറിച്ച്, വടക്കൻ കൊറിയയെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് മുൻപ് ചില ധാരണകളുണ്ടായിരുന്നു. കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നുമായി നേരിട്ടങ്ങോട്ട് ചർച്ച നടത്തി പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കളയാം. ഇപ്പൊ കാര്യമായിട്ട് ഒന്നും തന്നെ കേൾക്കുന്നില്ല. വടക്കൻ കൊറിയയിൽ നിന്ന് ഒന്നും കേൾക്കുന്നില്ല. ട്രംപിന്റെ 2ാം വരവിന് ശേഷം വടക്കൻ കൊറിയയിൽ നിന്ന് വരുന്ന വാർത്തകൾ വളരെ കുറവാണ്. ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന മധ്യപൗരസ്ത്യ പ്രദേശത്ത് നടക്കുന്ന, അല്ലെങ്കിൽ യൂറോപ്പ്, റഷ്യ, ഉക്രൈൻ വിഷയത്തിൽ നടക്കുന്ന ആ ഒരു ചക്കളത്തി പോരാട്ടത്തിൽ കൊറിയ കാര്യമായി ഒന്നും തന്നെ ഇടപെട്ടിട്ടില്ല. കൊറിയ സൈന്യങ്ങളെ അയച്ചു, മെർസിനറീസിനെ അയച്ചു, റഷ്യക്ക് വേണ്ടി ഉക്രൈനിൽ പൊരുതാൻ വേണ്ടി അയച്ചു എന്ന് കേട്ടതല്ലാതെ മിസൈൽ പരീക്ഷണങ്ങൾ ഇടയ്ക്കിടെ നടക്കുന്നുണ്ട്, വാർത്തയല്ലാതായി. ഇടയ്ക്കിടെ വലിയ മിസൈൽ പരീക്ഷണം കിം ജോങ് ഉന്നിന്റെ ഭാഗത്തു നിന്ന് നടക്കാറുണ്ട്. അതൊന്നും ഇപ്പോൾ കാര്യമായ വാർത്തയല്ല. അമേരിക്കയുടെ ശ്രദ്ധ പൂർണ്ണമായി കൊറിയയിലേക്ക് തിരിഞ്ഞിട്ടുമില്ല. പക്ഷേ അമേരിക്കയുടെ ശ്രദ്ധ കഴിഞ്ഞ ഏതാണ്ട് 5.5 പതിറ്റാണ്ടായി, കൃത്യമായി പറഞ്ഞാൽ 1981 ശേഷം അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുതാപരമായി കാണുന്ന, അമേരിക്ക ശത്രുവായി കാണുന്ന രാജ്യം, കൺസിസ്റ്റന്റ്ലി കാണുന്ന രാജ്യം ഇറാനാണ്. അത് അമേരിക്കൻ പ്രസിഡന്റുമാർ മാറി മാറി വന്നാലും, റിപ്പബ്ലിക്കൻസ് ഭരിച്ചാലും ഡെമോക്രാറ്റ്സ് ഭരിച്ചാലും ഇറാനെ ശത്രുതയോട് കൂടി തന്നെയാണ് കാണുന്നത്. അതിനുള്ള കാരണം അമേരിക്ക എന്ത് നീക്കങ്ങൾ നടത്തി, സ്നേഹപൂർവ്വം നോക്കി, അതുപോലെ വെരട്ട് നോക്കി, ആണവ കേന്ദ്രങ്ങൾ ബോംബിടുമെന്ന് പറഞ്ഞു നോക്കി, കടുത്ത ഉപരോധം ഏർപ്പെടുത്തി നോക്കി. പക്ഷേ ഇറാന്റെ പരമോന്നത നേതൃത്വം അയത്തുള്ള അലി ഖൊമേനി ദീർഘകാലമായിട്ടിരിക്കുന്ന ആളാണ്, വഴങ്ങിയില്ല. അതിനു മുൻപിരുന്ന അയത്തുള്ള ഖൊമേനിയും അമേരിക്കൻ ഡിക്റ്റാറ്റ്സിന് വഴങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പ്രസിഡന്റായി 2ാം ഊഴം വന്ന ട്രംപ് ഒരുപക്ഷെ രണ്ടും കൽപ്പിച്ചാണ്. ഇപ്പോഴെങ്കിലും ഇറാന്റെ ആ ഒരു മർക്കടമുഷ്ടിയെ ഒന്ന് താഴ്ത്തി നിർത്തണം, ഇറാന്റെ വിത്തിൻ കോട്ട്സ് അഹങ്കാരത്തെ അവസാനിപ്പിക്കണം. ഇതാണ് അമേരിക്കയുടെ ഒരു ചിന്ത. അതിനുള്ള ശക്തി അമേരിക്കയ്ക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. കാരണം സാങ്കേതികമായി പറയുമ്പോൾ അമേരിക്കയുടെ ബോംബ് ശേഖരം, അമേരിക്കയുടെ എയർ സുപ്പീരിയോറിറ്റി എല്ലാം പറയുമ്പോൾ അത് സാധ്യമാകും. അപ്പോൾ ഹൂതികൾക്കെതിരെ പോരാടുന്നത് പോലെയോ, അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ പോരാടുന്ന പോലെയോ, ഹമാസിനെതിരെ പോരാടുന്ന പോലെയോ, അല്ലെങ്കിൽ ചെറിയ ഷിയ ഗ്രൂപ്പുകൾക്കെതിരെ പോരാടുന്ന പോലെയോ അല്ല ഇറാൻ എന്ന വലിയ രാജ്യം. ഇല്ല, വലിയ ജനസംഖ്യ ഇല്ലെങ്കിൽ പോലും വലിയ ഭൂവിസ്തൃതിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഇത് വൈവിധ്യമാർന്ന റിസോഴ്സസ് ഉണ്ട്. ഒരു സിവിലൈസേഷൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലുമായിരുന്നു ഇറാൻ എന്ന് ഓർക്കണം. അപ്പം ഇറാൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഓയിലാണ്. പക്ഷെ ഓയിൽ വിൽക്കാൻ സാധിക്കണം. ഇറാൻ്റെ ഓയിൽ വിൽക്കാൻ സാധിക്കണമെങ്കിൽ ഉപരോധത്തെ മറികടന്ന്, അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം അത് മറികടന്നുകൊണ്ട് വിൽക്കാൻ സാധിക്കണം. പക്ഷേ 2 അഷ്വേർഡ് മാർക്കറ്റുകൾ ഇറാനുണ്ട് എന്ന് മനസ്സിലാക്കണം. അതൊന്ന് റഷ്യയാണ്, ഒന്ന് ചൈനയാണ്. റഷ്യയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാൻ ആവില്ല. കാരണം റഷ്യക്ക് ആവശ്യത്തിനുള്ള ഊർജ്ജ ഉപാധികൾ, ക്രൂഡ് ഓയിൽ ഉണ്ട്. അതുകൊണ്ട് ഇറാനിയൻ ഓയിൽ റഷ്യക്ക് ആവശ്യമില്ല. എന്നാൽ ചൈനയ്ക്ക് ആവശ്യമുണ്ട്. അപ്പം ചൈന എന്ന ഒറ്റ പോയിന്റിലാണ് ഇറാൻ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. ചൈനയിലേക്ക് വലിയ തോതിൽ എണ്ണ കയറ്റുമതി ചെയ്യാനൊക്കും, വിദേശ നാണ്യം ലഭിക്കാൻ പറ്റും. പക്ഷെ മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും പേർഷ്യൻ ഗൾഫ് കടന്ന് ഇറാന്റെ എണ്ണശേഖരം, ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇറാന്റെ എണ്ണശേഖരം വെളിയിലേക്ക് പോകണം. അതിന് ഇങ്ങനെ കാത്തു നിൽക്കുന്ന, കഴുകൻ കണ്ടങ്ങളുമായി കാത്തു നിൽക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അതിന് ഭീഷണിയാകും. 1. 2, ഓയിൽ പൈപ്പ് ലൈൻ, ഇറാൻ ഇന്ത്യ ഓയിൽ പൈപ്പ് ലൈൻ, ഇതൊക്കെ ഒരുപാട് പദ്ധതികൾ വന്നതാണ്. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെ അമേരിക്ക വിരട്ടി ഇറാനുമായിട്ടുള്ള എണ്ണ കച്ചവടത്തിൻ്റെ തോത് കുറച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് ഇറാനുമായി നല്ല തോതിൽ എണ്ണ വാങ്ങിയിരുന്നു ഇന്ത്യ. ഇനി റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിനുൾപ്പെടെ ഇന്ത്യക്കെതിരെ കടുത്ത നീക്കങ്ങൾ അമേരിക്ക കൊണ്ടുവന്നേക്കാം. കാരണം കഴിഞ്ഞ ദിവസം പ്രത്യേകമായി ട്രംപ് ഒരു കാര്യം എടുത്തു പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് പുടിനും ട്രംപും
മച്ചാനും ആണ് എന്നാണ് ഇതുവരെ കേട്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം പുടിൻ നടത്തിയ 2 പ്രസ്താവനകൾ, ഒന്ന് ഗ്രീൻലൻഡിനെ കുറിച്ച്, ഗ്രീൻലൻഡ് അങ്ങ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ റഷ്യ അങ്ങനെ കൈ കെട്ടിയിരിക്കില്ല എന്ന പുടിൻ്റെ ഒരു സംസാരം. അതുപോലെ പുടിൻ സംസാരിച്ച മറ്റൊരു കാര്യമുണ്ട്. സെലൻസ്കി, ഉക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയെ അക്കസേറയിൽ ഇരുത്തിക്കൊണ്ട് ചർച്ച നടക്കില്ല. അദ്ദേഹം അനധികൃതമായി അധികാരത്തിൽ തുടരുന്ന ആളാണ്. ഉക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്തി സെലൻസ്കിക്ക് ശേഷം ഒരു നേതൃത്വം വന്ന് ആ നേതൃത്വവുമായി ചർച്ചയാകാം എന്ന് പറഞ്ഞത് ട്രംപിനെ ഒട്ടൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അത് ട്രംപിന് അനിഷ്ടം തോന്നിയാൽ തുറന്നു പറയുന്ന പ്രകൃതമാണ് ഇതുവരെ ട്രംപിൽ കണ്ടിട്ടുള്ളത്. അത് തുറന്നു പറയുകയും ചെയ്തു. വേണ്ടി വന്നാൽ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും. അത് മാത്രമല്ല, റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നേരെ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. അതിനർത്ഥം എന്താ? റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ വലിയൊരു പങ്ക് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയുടെ മൊത്തം എണ്ണ ആവശ്യത്തിൻ്റെ 30% വാങ്ങിയെടുക്കുന്നത് റഷ്യയിൽ നിന്നാണെന്ന് ഓർക്കണം. അങ്ങനെ ഇന്ത്യക്കെതിരെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നൊറ്റ കാരണത്താൽ ഇന്ത്യക്കെതിരെ 25 മുതൽ 50% വരെ നികുതി ചുമത്തുമെന്നാണ് പറയുന്നത്. ഇന്ത്യക്കെതിരെ മാത്രമല്ല, റഷ്യയിൽ നിന്നും എണ്ണ എവിടെയൊട്ടെല്ലാം കയറ്റി അയക്കുന്നുണ്ടോ അത് വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക 25 മുതൽ 50% വരെ തീരുവ ചുമത്തുമെന്നൊക്കെ പറയുമ്പോൾ ഇത് വെറും വിടുവായാണ് പറയുന്നതെങ്കിൽ പോലും നടപ്പാക്കാനാണ് തീരുമാനമെങ്കിൽ ഇരുപക്ഷത്തും കർശനമായ ഒരു തകർച്ചയുണ്ടാകും. അത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി തിരിച്ച് ഇറാനിലേക്ക് വരുന്നു. ഇറാനെതിരെ അമേരിക്ക പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ആണവ ശക്തിയാകാൻ ആഗ്രഹിക്കുന്നു. അത് നേരത്തെയും ആഗ്രഹിച്ചു. 80-കൾ മുതൽ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഉണ്ട്. യുറേനിയം 235 U235 എന്നാണ് പറയുക. അപ്പം യുറേനിയം 235 സമ്പുഷ്ടീകരിച്ച് അത് 20%, 30%, 40%, 90% സമ്പുഷ്ടീകരിച്ചതിന് ശേഷം വെപ്പൺ ഗ്രേഡിലേക്ക്, ആണവ ബോംബിലേക്ക് നീങ്ങാൻ മണിക്കൂറുകളുടെയോ ദിവസങ്ങളുടെയോ അകലം മാത്രമേ ഇറാനുള്ളൂ എന്നത് അമേരിക്കയ്ക്ക് അറിയാൻ വയ്യാത്ത കാര്യമല്ല. ഇറാൻ ഒരു പക്ഷേ രഹസ്യമായി ആണവ ബോംബുകൾ കൈവശം വെച്ചിട്ടുണ്ടാകാം. ഇപ്പോഴത്തെ ആണവ ക്ലബിൽ ഇറാൻ അംഗമല്ല. അതായത് ആണവ ക്ലബിലൊന്നും ആരും അങ്ങനെ മെമ്പർഷിപ്പ് ചോദിച്ച് വാങ്ങാവുന്ന ഒന്നല്ല. ഉള്ളവർക്കുണ്ട്. അത് P5-നാണ്. ബ്രിട്ടൻ, ചൈന, റഷ്യ, അമേരിക്ക, ഫ്രാൻസ് എന്നിങ്ങനെയുള്ള ഐക്യരാഷ്ട്ര സംഘടനയിലെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിര അംഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആണവ ക്ലബിൽ അംഗത്വം, അല്ലെങ്കിൽ അവരാണ് ഡിക്ലെയർഡ് ന്യൂക്ലിയർ പവേഴ്സ്. ഇന്ത്യ അതിലേക്ക് ഇരച്ചു കയറിയ രാജ്യമാണ്. ഇന്ത്യ 98 ബുദ്ധൻ 2ാമതെയും ചിരിച്ചല്ലോ പൊഖ്റാനിൽ. അങ്ങനെ ആണവ സ്ഫോടനം നടത്തി. അതിനു മുമ്പ് 74 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് പൊഖ്റാൻ 1 നടത്തി. പക്ഷേ ഇന്ത്യക്ക് ഒരു ഡോക്ട്രിനുണ്ട്, ന്യൂക്ലിയർ ഡോക്ട്രിനുണ്ട്. നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. നമ്മൾ ഡിറ്ററൻസിന് വേണ്ടിയാണ്, പ്രതിരോധത്തിന് വേണ്ടിയാണ്, അല്ല ആക്രമണത്തിന് വേണ്ടിയല്ല ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, IAEA ഇൻസ്പെക്ഷന് വേണ്ടി നമ്മളതിൻ്റെ കുറേ ആണവ നിലയങ്ങൾ തുറന്ന് കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഈസ് എ റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവർ. അങ്ങനെയുള്ള 9 രാജ്യങ്ങൾ, ഇസ്രയേൽ ഉൾപ്പെടെ, ഒരുപക്ഷെ വടക്കൻ കൊറിയ ഉൾപ്പെടെ 9 രാജ്യങ്ങൾക്ക് ആണവ കേപ്പബിലിറ്റി ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഈ ഡിക്ലെയർഡ് 5 രാജ്യങ്ങളും, അതിന് പുറമെ പാകിസ്ഥാൻ ഉൾപ്പെടെ. പാകിസ്ഥാൻ ഡിക്ലെയർഡ് അല്ലെങ്കിൽ പോലും പാകിസ്ഥാൻ ആണവായുധങ്ങളുണ്ട്. അവരത് പൊഖ്റാന് ശേഷം പാകിസ്ഥാനും അവിടെ സ്ഫോടനങ്ങൾ നടത്തിയതായി നമുക്കറിയാം. അതുകൊണ്ട് ഈ 9 രാജ്യങ്ങളാണെങ്കിലും കാര്യമായ ഡാമേജ് അമേരിക്ക പ്രതീക്ഷിക്കുന്നില്ല. ഒരു ആണവ ആക്രമണം പ്രതീക്ഷിക്കുന്നില്ല ഒരിടത്തുനിന്നും, അമേരിക്കയെതിരെ മാത്രമല്ല ഒരിടത്തേക്കും. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. ഇസ്രായേലിനെതിരെ കർശനമായ ആക്രമണം നടത്തി. പറയുന്നത് മാത്രമല്ല, 2 തവണ മിസൈലുകൾ അയച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി. അങ്ങനെ ഇറാന്റെ ഭൂഗർഭ അറകളിൽ വലിയ തോതിൽ മിസൈൽ ശേഖരം ഉണ്ട് എന്നത് കഴിഞ്ഞ ദിവസം ലോകത്തിന് വെളിപ്പെട്ടു. ഇറാന്റെ തന്നെ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്, IRGC, ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോർപ്സ്, അവർ ഒരു അണ്ടർഗ്രൗണ്ട് ആയുധ സംഭരണശാല, മിസൈൽ സംഭരണശാല തദ്ദേശീയമായി, തീർച്ചയായും ചൈനയുടെ സഹായമുണ്ട്, എന്നിരുന്നാലും ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകളുടെ വൻപൻ ശേഖരം, അത് മീറ്ററുകൾ 10-60 മീറ്റർ താഴെയാണ്, ഗ്രൗണ്ട് ലെവലിനേക്കാൾ മീറ്ററുകൾക്ക് താഴെയാണ്. അപ്പോൾ ഒരു ബോംബിനും തകർക്കാനാവാത്തത് എന്ന് ഇറാൻ ക്ലെയിം ചെയ്യുന്ന ഒരു മിസൈൽ ശാല കാട്ടി. അതുപോലെ 3 വ്യത്യസ്തമായ ഇടങ്ങളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് കാട്ടുന്നത് അബദ്ധമാണോ എന്നത് മറ്റൊരു കാര്യം. അതായത് അമേരിക്കയ്ക്ക് അതിൻ്റെ ലൊക്കേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും അമേരിക്കയ്ക്ക് അതേക്കുറിച്ചൊരു ബോധ്യമുണ്ടാകുന്നത് അമേരിക്ക കുറച്ചുകൂടി കർശനമായ നീക്കങ്ങൾ നടത്താൻ അത് പ്രേരകമാകും എന്ന ഒരു പക്ഷം മറുപക്ഷത്തുണ്ട്. എന്നാൽ അതിൻ്റെ വാതായനങ്ങൾ, അത് ചില തുരങ്കങ്ങളിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. തുരങ്കങ്ങളിൽ നിന്നും ഈ മിസൈൽ അണ്ടർഗ്രൗണ്ട് കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഇടങ്ങൾ ദുർബലമാണ് എന്നും
അമേരിക്കൻ വ്യോമാക്രമണത്തിൽ തകരാൻ സാധ്യതയുണ്ട് എന്ന മട്ടിലുള്ള മറു റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇറാൻ ചെയ്തത് അബദ്ധമാണോ എന്ന് അറിയില്ല. അതുപോലെ ഇറാന്റെ ആണവ പദ്ധതി നിർത്തിവെക്കണം എന്ന് കൽപ്പന കൊടുത്തിരുന്നു ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ. അതവരെ സംബന്ധിച്ച് ഇറാനുമായി ഒരു സഹകരണ കരാറിൽ മുൻ ഭരണകൂടം 2015 ഒബാമ ഭരണകൂടം ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഇറാൻ അതിൻ്റെ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ, ആണവ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കും. അതിന് പകരമായി ഇറാനെതിരെ വിവിധ രാജ്യങ്ങൾ, ഫ്രാൻസ്, ബ്രിട്ടൻ ഒക്കെ അടങ്ങുന്ന യൂറോപ്യൻ സമൂഹം, അതുപോലെ ചൈന, റഷ്യ, ഇതെല്ലാം ചേർന്നൊരു കരാറാണ്. പക്ഷേ ചൈനയും റഷ്യയും സഹകരണം തുടരുന്നു, പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ സഹകരണം നിർത്തിവെക്കുന്നു. ഇങ്ങനെ ആണവ സ്ഫോടനത്തിലേക്ക്, ആണവ ഉപയോഗത്തിലേക്ക്, ആണവ സമ്പുഷ്ടീകരണത്തിലേക്ക് ഇറാൻ നീങ്ങിയാൽ ഉടൻ തന്നെ സാങ്ഷൻസ് നിലവിൽ വരും. ഇല്ല എങ്കിൽ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ലിഫ്റ്റ് ചെയ്തപ്പോൾ ഇറാൻ വലിയ നേട്ടം, എണ്ണ വ്യാപാരത്തിൽ ഇറാൻ 2015, 16, 17 വർഷങ്ങളിൽ വലിയ നേട്ടം കൈവരിച്ചു. എന്നാൽ 2018 ഡൊണാൾഡ് ട്രംപ് 2017 അധികാരത്തിൽ വന്ന് 2018 ആ കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറി. മറ്റു രാജ്യങ്ങൾ പിന്മാറിയില്ലെങ്കിൽ പോലും അമേരിക്ക പിന്മാറിയപ്പോൾ ഇറാൻ ഉണ്ടായ എണ്ണ വ്യാപാരത്തിലുണ്ടായ ഉപരോധം മൂലമുണ്ടായ നഷ്ടം 36 ഓരോ വർഷവും $36 ബില്യൺ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അത് വലിയ ഭീമമായ നഷ്ടമാണ്. ഇറാനെ അയൽ രാജ്യങ്ങളിലേക്ക് പോലും എണ്ണ കയറ്റുമതി ചെയ്യാൻ പണമില്ലാതെ വരുമ്പോൾ എങ്ങനെയാണ് വലിയ മിസൈൽ ശേഖരം ഉണ്ടാക്കി വെക്കുക? ആ രീതിയിൽ ഇറാനെ തകർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറാൻ ചെയ്ത മറ്റൊന്നാണ്, ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും, ക്യാഷ് ക്രഞ്ച് ഉണ്ടെങ്കിലും, അവിടുത്തെ ഇറാന്റെ കറൻസിക്ക് വിലയിടിവ് സംഭവിക്കുമ്പോഴും, അണുവിശിഷ്ട നില മോശമാകുമ്പോഴും, സാമ്പത്തിക സ്ഥിതി വളരെ ബുദ്ധിമുട്ടാകുമ്പോഴും രഹസ്യമായി ആണവ വിദ്യ അവർ സമ്പുഷ്ടീകരിച്ചുകൊണ്ടേയിരുന്നു. ഒരു ത്രഷ് ഹോൾഡ് പവർ എന്നുള്ള ഉമ്മറപ്പടയിൽ എത്തി നിൽക്കുകയാണ്. ഏത് നിമിഷവും ആണവായുധം ഉപയോഗിക്കാം, പരീക്ഷണങ്ങൾ നടത്തിയേക്കാം. അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായി അമേരിക്ക ഇപ്പോൾ പറയുന്നത് എന്താണ്? രണ്ടാമതൊരു കരാറിനെ കുറിച്ച് ട്രംപ് തന്നെ ഏകപക്ഷീയമായി പിന്മാറിയ തരത്തിലുള്ള ഒരു ഒബാമ കാലഘട്ടത്തിലെ ഒരു കരാർ പോലെയുള്ള ഒരു ആണവ കരാറിലേക്ക് നിർബന്ധപൂർവം ഇറാൻ ഒപ്പിട്ടിരിക്കണം. അങ്ങനെ അമേരിക്ക ശാസിച്ചാൽ വഴങ്ങുന്ന ഒരു രാജ്യമാണോ ഇറാൻ? ഇന്നേ വരെ അങ്ങനെ ചെയ്തിട്ടില്ല. അയത്തുള്ള ഖൊമൈനി അതിന് മറുപടിയും പറഞ്ഞു, അമേരിക്കയുമായി ഞങ്ങൾ ഈ വിഷയം സംസാരിക്കാൻ തയ്യാറല്ല, ഞങ്ങളുടെ ദേശീയ സുരക്ഷ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇത് അറിയിക്കുന്നത് നേരിട്ട് ഞങ്ങൾ സംസാരിക്കില്ല, മറിച്ച് ഒമാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലൂടെ. ഒമാൻ അയൽ രാജ്യമാണ്, ഈ ഗൾഫ് ഓഫ് ഒമാൻ ഇറാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഒമാനിലൂടെ ഈ സന്ദേശം അമേരിക്കയ്ക്ക് കൈമാറി അത് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചു. അങ്ങനെയെങ്കിൽ കർശനമായ സാങ്ഷൻസ് ആയിരിക്കും. അമേരിക്ക എന്തു പറയുമ്പോഴും ട്രംപിന് ഒറ്റ വാക്കേ ഉള്ളൂ, പറഞ്ഞു തീരുന്നതിന് മുമ്പ് എന്നാൽ ഉപരോധം പ്രഖ്യാപിക്കുക. ഇപ്പം ഇറാനെതിരെ ഉപരോധം, ഇനി കൂടുതൽ എന്ത് ഉപരോധം വരാനാണ്? എല്ലാ രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഇറാനെതിരെ. അപ്പം ഇറാന്റെ എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ, ഇപ്പം റഷ്യയുടെ എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ട്രംപ് കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്നറിയില്ല, പക്ഷേ അതും പറയുന്നു. ഇറാൻ എന്നാൽ മുന്നോട്ട് തന്നെ പോവുകയാണ്. അതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, അമേരിക്ക ഒരു പേടിപ്പിക്കൽ എന്ന നിലയിൽ B-2 ബോംബേഴ്സ് ഡീഗോ ഗാർഷ്യയിലേക്ക് നീക്കിയിരിക്കുന്നു. അവരുടെ 20 B-2 ബോംബേഴ്സിന്റെ ഫ്ലീറ്റിൽ 7 B-2 വിമാനങ്ങൾ ദീർഘദൂര പറക്കാൻ കഴിയുന്ന വിമാനങ്ങളാണ്, സ്റ്റെൽത്ത് വിമാനങ്ങളാണ്. അവ ഇറാന്റെ റഡാറുകളെ വെട്ടിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ആക്രമണം നടത്തും, വേണ്ടി വന്നാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കും എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു. ഉരുള കുപ്പേരി പോലെ ഇറാന്റെ ആധ്യാത്മിക നേതാവ് അയത്തുള്ള അലി ഖൊമൈനിയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന വന്നു, ചുമ്മാ വരട്ടാൻ നോക്കണ്ട, ഞങ്ങൾ തിരിച്ചടിക്കും. അമേരിക്കൻ വാണിജ്യ താല്പര്യങ്ങൾ, അമേരിക്കൻ സാമ്പത്തിക താല്പര്യങ്ങൾ, അമേരിക്കയുടെ സൈനിക താല്പര്യങ്ങൾ, ഇത് മൂന്നും മധ്യ പൗരസ്ത്യ പ്രദേശത്തുണ്ട്. ഇറാൻ ഒരുപക്ഷെ ഇറാന്റെ മണ്ണിൽ നിന്നും നേരെ മിസൈൽ അയച്ച് അമേരിക്കയിൽ വരെ ഡെലിവറി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലായിരിക്കാം. ഇറാന്റെ ആണവ മുങ്ങിക്കപ്പലുകളും ഒന്നും തന്നെ അമേരിക്കൻ തീരം വരെ എത്തില്ലായിരിക്കാം. ഇറാന്റെ ബാറ്റിൽ ഷിപ്സ്, എയർക്രാഫ്റ്റ് കാരിയേഴ്സ് അമേരിക്ക വരെ ചെന്ന് ബോംബിടാനുള്ള കപ്പാസിറ്റി ഇല്ലായിരിക്കാം. പക്ഷേ അമേരിക്കയ്ക്ക് 2 കടലിടുക്കുകൾ വഴി, ഒമാൻ കടലിടുക്ക് വഴി പേർഷ്യൻ ഗൾഫിലേക്കും, അതുപോലെ ബാബൽ മന്ദേബ് കടലിടുക്കിലൂടെ, അതായത് ഈ യമന്റെ തെക്ക് ഭാഗത്തുള്ള ആ ഒരു ഗൾഫ് ഓഫ് എയ്ഡൻ വഴി ചെങ്കടലിലേക്കും അതുവഴി സുവേസിലേക്കും പ്രവേശിക്കുന്ന എല്ലാ കപ്പലുകളെയും ഇറാൻ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ലോക വ്യാപാരം പപ്പടം പോലെ പൊടിയും. അമേരിക്കയുടെ മാത്രമല്ല, അമേരിക്കയുടെ പല സഖ്യ രാജ്യങ്ങളുടെയും പല അറബ് രാജ്യങ്ങളുടെയും, സൗദി അറേബ്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ ഒരു സാമ്പത്തിക മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് വളയ്ക്കാനേ പറ്റൂ,
ഒരുപക്ഷെ ഒടിക്കാനാവില്ല. അപ്പോൾ ഇറാനുമായിട്ടുള്ള ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആഗോള രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വിഷയത്തെ ഞാൻ നോക്കിക്കണ്ടു എന്നേ ഉള്ളൂ. ഇറാന് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് തീർച്ചയായും റഷ്യയുമായും ചൈനയുമായും ഇറാൻ കൂടുതൽ സഹകരിക്കാനുള്ള ഒരു ഉപാധി കൂടി തുറന്ന് കിട്ടുകയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ലോകരാഷ്ട്രങ്ങൾ തിരിയുന്നു. വ്യാപാര യുദ്ധം നോക്കുമ്പോൾ ട്രംപിനെതിരെ ലോകരാജ്യങ്ങൾ മൊത്തമായി തിരിയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പലയിടത്തും വ്യാപാര യുദ്ധം വളരെ അസുഖകരമായ ഒരു അന്താരാഷ്ട്ര ബന്ധമാണ് അമേരിക്കയുമായി പല രാജ്യങ്ങളും മുൻകാലത്തെ സുഹൃത്തുക്കളായിരുന്ന യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ, ജപ്പാൻ, കൊറിയ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെയധികം കെയർഫുള്ളായി ട്രെഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് നോക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇറാനെതിരെ പറയുന്ന കാര്യങ്ങൾ അവിടെ ഒരു അസ്ഥിരതയിലേക്കും യുദ്ധത്തിലേക്കും ആക്രമണത്തിലേക്കും ഒക്കെ പോയാൽ ലോകം ഒരുപക്ഷെ ആണവ വിപത്തിലേക്ക് കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. ജാഗ്രത.